ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. ഈശ്വര കൃപയെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈശ്വരകൃപ. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കത് അനുഭവിക്കുവാൻ സാധിക്കാത്തത്? അരുണാചലത്തിൽ വെച്ച്, അതായത് തിരുവണ്ണാമലയിൽ വെച്ചിട്ട് നടന്നൊരു പ്രഭാഷണത്തിൽ സ്വാമി രമണചരണ തീർത്ഥ ഇതിനുള്ള ഉത്തരം വളരെ ലളിതമായിട്ട് വിശദീകരിക്കുന്നത് കേൾക്കേണ്ടായി. അഹന്തയാണ് ഇതിനുള്ള തടസ്സം. ഈശ്വരകൃപ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകിയെത്തുവാൻ തടസ്സം നിൽക്കുന്നത് നമ്മുടെ അഹംഭാവമാണ്, അഥവാ ഈഗോയാണ്. ഞാൻ എൻ്റേത് എന്ന ചിന്ത എപ്പോഴാണോ നമ്മിലേക്ക് വരുന്നത്, അപ്പോൾ നമ്മൾ കൃപയെ പ്രതിരോധിക്കുവാൻ തുടങ്ങുന്നു. ഭഗവാൻ രമണ മഹർഷി പറഞ്ഞതുപോലെ ഈ അഹന്തയെ അടക്കി നിർത്തുക എന്നതാണ് ഈശ്വരകൃപയെ സ്വീകരിക്കുവാനുള്ള ആദ്യപടി. ഇനി വേദനയുടെ പൊരുളിനെ കുറിച്ചറിയാമോ? നമ്മൾ പലപ്പോഴും വേദന അനുഭവിക്കുന്നത് നമ്മുടെ അജ്ഞത കൊണ്ടാണ്. നമുക്ക് സ്വന്തമല്ലാത്ത കാര്യങ്ങളെ മുറുകെ പിടിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് ദുഃഖമുണ്ടാകുന്നത്. നോക്കൂ, ഒരു ട്രെയിനിൽ കയറി നിൽക്കുന്ന ഒരാൾ താൻ മാറില്ല അവിടെ നിന്നും എന്ന് വാശി പിടിച്ചാൽ ഈ ട്രെയിൻ നീങ്ങുമ്പോൾ അങ്ങനെയുള്ള ആ ആൾക്ക് എന്താണ് സംഭവിക്കുക? പരുക്കേൽക്കുമല്ലേ? ചിലപ്പോൾ ജീവന് തന്നെ ഹാനിയും വരും. അതുപോലെ ജീവിതമാവുന്ന പ്രവാഹത്തിനൊപ്പം നീങ്ങാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ ഈ ശരീരമല്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മിഥ്യാധാരണ നമ്മൾ ഈ ശരീരമാണ് എന്നത് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. ശരീരം ആരോഗ്യത്തോടു കൂടി സംരക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതിൻ്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ ശരീരമല്ല, ആത്മാവാണെന്ന ബോധം ഉറപ്പിക്കുമ്പോൾ രോഗങ്ങളോ കഷ്ടപ്പാടുകളോ നമ്മെ ആന്തരികമായിട്ട് ബാധിക്കില്ല. രമണ മഹർഷി തൻ്റെ അസുഖകാലത്ത് ലോകത്തിന് കാണിച്ചു തന്ന ഏറ്റവും വലിയ പാഠം ഇത് തന്നെയാണ്. നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാന്, ഈശ്വരന് കീഴടങ്ങുമ്പോൾ നമ്മുടെ കുറവുകളും വൈകല്യങ്ങളും എല്ലാം അവിടുന്നാണ് ഏറ്റെടുക്കുന്നത്. അതിനെയാണ് ശരണാഗതി, ഭക്തിയും ശരണാഗതിയും എന്ന് പറയുന്നത്. എന്നെ നിൻ്റെ ബലിമൃഗമായിട്ട് കരുതിക്കൊള്ളുക, നിൻ്റെ ഇഷ്ടം പോലെ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളുക എന്നൊരു ചിന്തയാണ് യഥാർത്ഥ ഭക്തി. ജീവിതത്തിലെ ജ്ഞാനത്തോടൊപ്പം ഹൃദയത്തിൽ ഭക്തിയും നിറയുമ്പോഴാണ് ആത്മീയമായ ജീവിതം പൂർണ്ണമാവുന്നത്. ഈശ്വരകൃപ എന്നത് സൂര്യപ്രകാശം പോലെയാണ്. അത് എപ്പോഴും അവിടെ തന്നെയുണ്ട്. നമ്മുടെ അഹന്തയാവുന്ന കുട മടക്കി വെച്ചാൽ മാത്രമേ ആ കൃപയിൽ നനയുവാൻ നമ്മൾക്ക് സാധ്യമാവൂ.